ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഉണക്കമീൻ കറി ഇങ്ങനെ തയ്യാറാക്കുന്നത് വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിനായിട്ട് 4 ഉണക്കമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഉണക്കമീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മീനൊന്ന് കുതിർത്ത് വെക്കുക. അതിനുശേഷം വേണം വൃത്തിയാക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ചെതമ്പലും കാര്യങ്ങളും ഒക്കെ മീനിൽ നിന്നും നല്ലതുപോലെ മാറിക്കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് കറിക്ക് ആവശ്യമായിട്ട് 2 പച്ചക്കായ, 1 സവാള, 1 തക്കാളി, 2 പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുരിങ്ങയ്ക്കയും കൂടെ കിട്ടുവാണെങ്കിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുതിർത്തിട്ട് വെച്ചിരുന്ന മീനെല്ലാം ഇവിടെ വൃത്തിയാക്കി കണ്ടിച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കായ ഒന്ന് അരിഞ്ഞെടുക്കാം. പച്ചക്കായയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ കറിക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി തക്കാളിയും കൂടെ നീളത്തിനരിഞ്ഞ് സവാളയും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ആ 2 പച്ചക്കായും ഫുള്ളും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തക്കാളിയും നീളത്തിന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്ത് അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കായ, തക്കാളി, പച്ചമുളക്, സവാളയും കൂടെ ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് തേങ്ങ ഞാൻ ജാറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലോട്ട് 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ കുരുമുളക് ഒന്ന് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇതൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേനും പച്ചക്കറിയെല്ലാം നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഈ അരപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ കുതിർത്തിട്ടിരുന്ന പുളി നന്നായിട്ട് നെവിടി ഞാൻ ഈ വെള്ളത്തിനകത്തോട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ നേരത്തെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ആ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമീൻ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കാൻ പാടില്ല. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉണക്കമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു താളിപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ താളിപ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.